ഹലോ മച്ചാമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഓൾറെഡി അംബുജ സിമെൻറ്റ് സെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. സെല്ലാണ് എടുത്തേക്കണേ. നേരത്തെ എടുത്തപ്പോൾ ഇത്തിരി ലോസ് ആയിരുന്നു, അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ എപ്പോഴാണ് റെക്കോർഡ് ചെയ്തത്? ഇപ്പോൾ ഏകദേശം 238 റുപ്പീസിൽ പ്രോഫിറ്റുള്ളത്. ഏകദേശം 11:45 ഓക്കെ. നോട്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ 2-3 ട്രേഡ് എടുക്കാം. അംബുജ സെല്ലാണ് അടിച്ചേക്കണേ. സെല്ലടിക്കാൻ കാരണം പിന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നുള്ളതാണ്. കാരണം നേരത്തെ അവിടെ നിന്നിട്ടിങ്ങനെ അനങ്ങി കളിച്ചോണ്ടിരിക്കുക കണ്ടോ. അതിനിപ്പോൾ താഴോട്ട് കുറേശ്ശെ ഇറങ്ങി വരുന്നുണ്ട്. സെൻറ്ററിലുള്ള ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ആ ബ്ലൂ ലൈനും ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല അവിടെയും വെച്ചിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം, നോക്കാം. ഓക്കെ. എന്നിട്ട് എൻ്റെ വീഡിയോസ് എത്ര പേരുടെ കാണണേ, എന്നിട്ട് ഒരാൾ പോലെ സബ്സ്ക്രൈബ് ചെയ്യണ്ട കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് വിളിച്ചിട്ട് സെല്ല് ചെയ്തിട്ട് നമുക്ക് വേറെ എടുക്കാം. സെല്ല് ചെയ്യാറായോ? 2.5% ഉള്ളൂ. നോക്കാം അല്ലേ? കുറച്ച് റെഡി നോക്കിയാലോ? കുറച്ച് റെഡി നോക്കാം. എനിക്ക് ഈ സെല്ല് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. നല്ല പ്രോഫിറ്റാണെങ്കിൽ കുറച്ച് റെഡിയും കഴിയാലോ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. ലാസ്റ്റ് എന്ത് പറ്റും? പ്രോഫിറ്റ് ഇത് മാറി സാധനം ലോസിൽ കയറും. അപ്പോഴാണ് പഠിക്കുള്ളൂ. ഈ 5-6 കൊല്ലം ഇതിൻ്റെ പുറകെ കിടന്നിട്ടും ഇപ്പോഴും ആ ഒരു ആകാംക്ഷ ഇപ്പോഴും വിട്ടിട്ടില്ല. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഈ പ്രോഫിറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്നങ്ങോട്ട് ഒരൊറ്റടിക്കൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് നോ അടിച്ചിട്ട് മാറണം, സെല്ല് ചെയ്ത് മാറണം. ഇതിപ്പോൾ സെല്ലാണ് ചെയ്തേക്കണേ, അപ്പോൾ ബി അടിച്ച് മാറണം. അല്ല, ഞാൻ സാധാരണ സ്ക്വയർ ഓഫാണ് കൊടുക്കാറ്. എനിക്ക് ബൈ അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ തൃപ്തി ആ സ്ക്വയർ ഓഫ് കഴിയുമ്പോഴാണ്. സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ബാലൻസ് എത്രയുണ്ട്, എത്ര രൂപ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട് എന്നൊക്കെ കാണിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശ് വലിച്ചുകൊണ്ടിരിക്കും. ക്യാപിറ്റൽ കൂട്ടണം എന്നെല്ലാവരോടും പറയുമെങ്കിലും ഞാനായിട്ട് അങ്ങനെ കൂട്ടാനായിട്ട് നിൽക്കാറില്ല എന്നല്ല, എന്തെങ്കിലും വള്ളിക്കെട്ടാനിടെ വന്ന് ചാടും. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ട്രാവൽസിൽ കയറിയിട്ടുണ്ട്. ഡ്രൈവിങ് തന്നെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടിലുണ്ടാകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. അതായത് തുടങ്ങിയതിന് ശേഷം ട്രേഡിംഗ് മേട്ട് തൊടാനേ പറ്റിയിട്ടില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ, ട്രേഡിങ് 258 2% മേളിലായല്ലോ. കട്ട് ഓഫ് ചെയ്ത് മാറിയാലോ? 270 കട്ട് ഓഫ് ചെയ്യാൻ തോന്നണം അല്ലേ? ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഡ്രൈവിങ്ങിൽ ഈ ട്രാവൽസിൽ വണ്ടി ഓടുന്ന കാരണം കൊണ്ട് നിന്ന് തിരിയാൻ നേരമല്ല. അപ്പോൾ നമ്മളല്ലെങ്കിലും ഈ ട്രേഡ് ഒരു ജീവിത വരുമാന മാർഗമായിട്ട് എടുത്തിട്ടില്ലല്ലോ. ഇടയ്ക്ക് ട്രേഡ് ചെയ്യുക, ചെറിയ പ്രോഫിറ്റ് എടുക്കുക, ക്യാപിറ്റൽ കൂട്ടുക. അത് തന്നെയാണ് നമ്മളുടെ അന്നും ഇന്നും ഇനി അങ്ങോട്ടുമുള്ള ഉദ്ദേശം. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇതൊരു ജീവിത വരുമാന മാർഗമാക്കി എടുത്തു കഴിഞ്ഞാൽ കുടുംബം കുട്ടിച്ചോറാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള വലിയ കളികൾക്ക് ഞാൻ നിൽക്കാറില്ല. പിന്നെ നോക്കാം, താഴേക്ക് തന്നെയാണ് ഇറങ്ങണേ. 255 255 258. നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഫിറ്റ് നോക്കാറുണ്ടോ? കാര്യം ഇപ്പോൾ താഴേക്ക് വരുന്ന നമുക്ക് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പ്രോഫിറ്റിലാണെങ്കിലും എത്ര വരെ കയറിയിട്ടുണ്ട് ചെക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പ്രോഫിറ്റ് വേണമെന്നില്ല. ചെറിയൊരു ഇതായി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്ത് മാറും. അപ്പോൾ അങ്ങനെ ചെറിയൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. കണ്ടോ, കഴിഞ്ഞു, സ്ക്വയർ ഓഫ് ചെയ്തു. 225 രൂപ കിട്ടി. നോട്ടെ, വേറൊരു ട്രേഡ് കൂടി നമുക്ക് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടന്ന് കളിക്കാം. അംബുജയാണ് ആള്. ടാറ്റ മോട്ടോഴ്സ്. എല്ലാവരും ചോദിക്കണ്ട എന്തിനാ എടുക്കുക എപ്പോഴും ഈ ടാറ്റ മോട്ടോഴ്സ് തന്നെ എടുക്കണേന്ന് കേട്ടോ. അങ്ങനെ എപ്പോഴും ടാറ്റ മോട്ടോഴ്സ് എന്നുള്ളതല്ല, പ്രോഫിറ്റ് എങ്ങനെയാണോ വരുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ചിലൊരു ലൈനപ്പ് കാണുമ്പോൾ അറിയാലോ. ഇന്നിപ്പോൾ നേരത്തെ ടാറ്റ മോട്ടോഴ്സ് നോക്കി കഴിഞ്ഞാൽ വലിയ മെനയില്ല, കാരണം ഒന്ന് കയറാൻ വലിയ ചാൻസ് ഇല്ല. HDFC ഇത് വേണമെങ്കിൽ കൈ നോക്കാമല്ലോ. അത്യാവശ്യം മൂവ്മെൻറ്റിലാണല്ലോ നിൽക്കുന്നത്. സെല്ല് തന്നെ കൊടുക്കാം. സെല്ല് അത്രയും കിട്ടൂലേ? എത്ര കിട്ടും? 8476 രൂപ, 26 ക്വാണ്ടിറ്റി. ഓക്കെ, ലെറ്റ്സ് സീ.
ഇവൻ സെല്ലെടുക്കാനായിട്ട് കണ്ടോ, അവൻ ആ താഴേക്ക് തന്നെ അങ്ങോട്ട് താഴേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുതിക്കാനുണ്ട്. താഴേക്കൊന്ന് കുതിച്ച് അവൻ അപ്പം തന്നെ തിരിച്ച് റിട്ടേൺ കയറും. ആ കുതിക്കുന്ന കുതിപ്പിൽ നമുക്ക് എന്തെങ്കിലും ഫസ്റ്റിൽ ഒന്നൊരു നഷ്ടമുള്ള ചോരയാണ് കണ്ടേക്കണേ കേട്ടോ. ഇനി രക്തം ചീന്തി കഴിഞ്ഞാൽ പിന്നെ കളിയില്ല. ഇനി രക്തം ചീന്തി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിൻ്റെ അറ്റം കണ്ടിട്ട് നമ്മൾ വിടുള്ളൂ. എടവേ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുള്ളൂ, ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേ, സബ്സ്ക്രൈബ് ചെയ്ത്. നിങ്ങളത് ചെയ്യുമ്പോഴല്ലേ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. നമ്മുടെ 10,000 വെച്ചിട്ട് 100 days ഓഫ് ചലഞ്ച് ചെയ്യാമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്ത് നന്നായിട്ടോ. അവൻ താഴ്ന്ന് വീണ്ടും കയറിക്കൊണ്ടിരിക്കുക അമ്പുജ. എൻ്റെ ടൈം നല്ലതാണ്, അതാണ് എക്സിറ്റ് ചെയ്യാൻ തോന്നി. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്ത് 100 days ചലഞ്ച് എന്താ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഗൗരവ് ഓൺലൈൻ ബിറ്റ് കോയിൻ കമ്പനി ഇങ്ങനെയുള്ള ടെലിഗ്രാം മെസ്സേജ് അപ്പം തന്നെ കളഞ്ഞേക്കണം. അതൊക്കെ ഉഡായ്പാണ്. ഉഡായ്പിന് കൈയും കാലും വെച്ച ടീമുകളാണൊക്കെ. അപ്പോൾ 100 days ഓഫ് ചലഞ്ച് തുടങ്ങാം കേട്ടോ. നമുക്ക് കുറച്ച് പിള്ളേർ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, ലൈവ് സ്ട്രീമിങ്ങൊക്കെ വരാൻ പറ്റട്ടെ. നമുക്കിപ്പോൾ ലൈവിലൊന്നും ചെയ്യാം. എനിക്കും അതാണ് താല്പര്യം. ചോര മാറി പച്ചയായി തുടങ്ങിയിട്ടുണ്ട്. ചോര ചീന്തി കഴിഞ്ഞാൽ പിന്നെ കളിയില്ല. ചോര ചീന്തി കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ IRCTC പോരാ. ചോര ചീന്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി വിജയം കണ്ട് നമ്മൾ അവിടെ നിന്ന് പോരുള്ളൂ. ടാറ്റ മോട്ടോഴ്സ് ഞാൻ എപ്പോഴും എടുക്കാറുള്ള. ഇന്നത്തെ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട്. ഇത് ഇങ്ങനെ കളിക്കുന്ന സാധനം പെട്ടെന്നൊരൊറ്റ മൂവ്മെൻറ്റ് ഉണ്ടാവും, പക്ഷെ അത് എങ്ങടാന്നുള്ളത് പ്രെഡിക്റ്റ് വെച്ച് പാടാം. ഞാൻ അത് ലാസ്റ്റ് ടൈമിൽ ഉണ്ടാവാറ്. ആ ട്രേഡ് ക്ലോസ് ആവുന്ന സമയമാകുമ്പോൾ ഒരൊറ്റ കേരളം അല്ലെങ്കിൽ ഒരൊറ്റ ഇറങ്ങലോ ഉണ്ടാവും. അംബുജ നമ്മുടെ HDFC സെല്ലാണ് എടുത്തേക്കണേ. HDFC റെഡ് തന്നെ കത്തി കിടപ്പുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം നല്ലൊരു ഇതാണ് കേട്ടോ. പെട്രോൾ ഓക്കെ. അയ്യോ എൻ്റെ പൊന്ന് എന്ത് മഴയാ. ഇന്നൊരു ഓട്ടം വന്നതാണ്. കസ്റ്റമർ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കാം, അതാരം കൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാമായിരുന്നത്. പുള്ളി എഴുന്നേറ്റ് വരട്ടെ, എന്നിട്ട് ഓട്ടം പോകാനുള്ള പരിപാടി ചെയ്യാം. ഹിന്ദുസ്ഥാൻ പെട്രോളിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലല്ലോ. ആദ്യം എടുത്തു വെച്ച HDFCയുടെ അവസ്ഥ എന്താണാവോ. ചുമപ്പനെ കത്തി ഇപ്പുണ്ട്. ഞാൻ സെല്ലാണ് എടുത്തേക്കണേ. -2 വരട്ടെ. താഴേക്ക് ഇറങ്ങട്ടെ. നമുക്ക് നോക്കാം ഇടം വരെ വരുമെന്ന് നോക്കാം. ഈ സെല്ല് തുടങ്ങിയിട്ടുണ്ട്, താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, ഈ ചില ആളുകളുണ്ട് എപ്പോഴും ഈ ബെയ് മാത്രമേ ചെയ്യൂ, സെല്ല് ചെയ്യില്ല. എന്തോ സെല്ല് അവരെ പിടിച്ചെന്തോ കടിച്ച പോലെയാണ്. നമ്മൾ അതിനൊന്നും നിൽക്കരുത്. നമുക്ക് ബെയ്യും സെല്ല് നമുക്കിതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാന്നുള്ളതാണ്. അല്ല കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ സെല്ലാണെങ്കിൽ നമ്മൾ സെല്ല്. അയ്യോ ഇതെന്തു മഴയുടെ വേ, ആളെ കൊണ്ട് പോവോ? എന്തു മഴയാ എൻ്റെ ചെങ്ങാതി. ഇതിങ്ങനെയാണെങ്കിൽ പോയാ ആ മഴ കുറഞ്ഞു. ഇതെന്ത് മഴയത്. ഇത് മഴ ഫുള്ള് മാറിയല്ലോ. ഇതെന്താ കുറച്ച് നേരത്തേക്ക് മാത്രമേ. ഇതെന്താ 20 സെക്കൻഡിലേക്ക് മഴയോ? എന്തു മഴ പെയ്ത 20 സെക്കൻഡിലായപ്പോഴേക്കും മാറി ആകെ ലൈറ്റായല്ലോ. എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. ദൈവമേ മുല്ലപ്പെരിയാർ കാത്ത് രക്ഷിച്ചോണേ. അംബുജ അയ്യോ സെല്ലിമ കുറേശ്ശെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. -2 ഉണ്ടായിരുന്നു, 1.7 ആയല്ലോ. അതിലൊന്നും നമ്മളങ്ങനെ അത്ര ടെൻഷൻ അടിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതിനൊക്കെ ചെറിയ ഇതിനൊന്നും ടെൻഷൻ അടിച്ചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുണ്ടാവുള്ളൂ. ഞാനെപ്പോഴും പറയാറില്ല, ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ലാന്ന്. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇപ്പോൾ ഹിറ്റായിട്ട് പോയിണ്ടാവും. ഹിറ്റായിട്ട് ഇപ്പോൾ എൻ്റെ പ്രോഫിറ്റ് കുറച്ചുള്ളത് അവൻ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തത്. പിന്നെ നല്ല ഹൈറ്റിലേക്ക് കയറിയിട്ട് ചെറിയതായിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവൻ താഴോട്ട് തന്നെയാണോ എന്നുള്ളത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. താഴോട്ടുള്ള ഷുവറാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലൊക്കെ മേളിലേക്ക് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെല്ലടിച്ചോളാം. ഓക്കെ, ഞാൻ എന്തായാലും കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇടാം. അപ്പോൾ 11:56 ഓക്കെ. ഹലോ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ. 11:56 ഒരു 12:21 ആയിട്ടുണ്ട്. 102-ലെത്തി ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തേട്ടോ. കണ്ടോ HDFC നേരെ വന്നിട്ട് വീണ്ടും ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി.
അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓ ഇപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യണോ? ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കയറിയ എടുത്താൽ പോരെ? കുറച്ച് കഴിഞ്ഞ് എടുക്കാം അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യാം. എടുത്തപ്പോൾ 98 ഇപ്പോൾ 72 മാറി. കുറച്ച് നേരം കഴിഞ്ഞിട്ടെടുക്കാം. കണ്ടോ 80 നിൽക്കണം, 84 2.5% നേരത്തെ പ്രോഫിറ്റ് എടുത്താണ്. 1% കയറി കഴിഞ്ഞാൽ 3.5 ആവും. 3.5 ആയി കഴിഞ്ഞാൽ ഇന്നത്തെ കളി നിർത്തും. കുറച്ച് കഴിയുമ്പോൾ കസ്റ്റമർ വിളിക്കും. 1 മണിക്ക് ഓട്ടോ ഉണ്ടാണ്. ഞാൻ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കിടക്കണേ. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കണേ. അയാൾ അതിൻ്റെ മേളിലുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവനൊന്ന് താഴേക്ക് ഇറങ്ങാൻ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? നല്ല കറക്റ്റായിരുന്നു. അപ്പോൾ ഈ പ്രഡിക്ഷൻസ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല, ഇടയ്ക്ക് തെറ്റാം. തെറ്റിയിട്ടുമുണ്ട്. മിനിഞ്ഞാന്ന് എടുത്തത് ലോസായിരുന്നു. ലോസ് എന്ന് പറഞ്ഞാൽ അധികം ലോസൊന്നും കൊടുത്തില്ല. ഒരു 140 രൂപ 150 രൂപ ലോസ് വന്നപ്പോഴേ ഞാൻ കട്ട് ഓഫ് ചെയ്ത് മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ഏകദേശം എങ്ങാണ്ട് 14 പോയിൻറ്റോളം താഴോട്ട് പോയിട്ടുണ്ട്. 14 പോയിൻറ്റും താഴോട്ട് പോയിരുന്നുണ്ടെങ്കിൽ ആ ലോസ് 140 എന്നുള്ളതൊരു 1500 1600 രൂപയാണ്. എന്നാൽ ലോസ് വരുമ്പോൾ ഉണ്ടല്ലോ 1500 1600 ഈസി ആയിട്ട് വരും. പ്രോഫിറ്റ് വരുമ്പോൾ എന്നും ഈ 300 400 500 600 700 അങ്ങനെ കിടന്ന് കളിക്കും. അങ്ങനെ കിടന്ന് കളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമൊക്കെ ഉണ്ട്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ പണ്ടും പറയാറില്ല, ഒരു 4% തൊട്ട് ഒരു 10% മേളിലേക്ക് ഞാൻ പ്രതീക്ഷിക്കാറില്ല. പിന്നെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങിയും കയറിയും കളിക്കുന്നുണ്ട്. ആ താഴെയുള്ള നടുക്കുള്ള ബ്ലൂ ലൈൻ കണ്ടോ, അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങില്ല എന്നുള്ളത് നോക്കായിരുന്നു. ഇതിങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏത് നിമിഷം അടുത്ത ഇതിനകത്ത് മേളിലേക്ക് കയറും. നോക്കാം. 12:30 കറക്റ്റ് 12:23 ഞാൻ 5 മിനിറ്റ്സിൻ്റെ ഇത് ഇട്ടേക്കുന്നത് കൊണ്ട് അടുത്ത 25ാമത്തെ മിനിറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ ചേഞ്ച് ലോസിലേക്കുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം അല്ലേ? ലോസിലേക്കുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊന്നുമില്ല. അതങ്ങനെ പ്രോഫിറ്റും ലോസൊക്കെ എന്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് പറ്റുമെന്നുള്ളവർ മാത്രമാണ് ഈ പണിക്ക് നിൽക്കാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. ഞാൻ അത് സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനും ആ ഒരു പേടിയും എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് ചെറിയ പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് സെല്ല് ചെയ്ത് മാറണം. അതുകൊണ്ടാണ് 67% ആൾക്കാരും താഴേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ. താഴെ വന്നപ്പോൾ താഴെയുള്ള ബ്ലൂലെല്ലാം ടച്ച് ചെയ്ത് അപ്പം അങ്ങ് വിഡ്രോ ചെയ്താൽ മതിയായിരുന്നു. അതൊന്നുകൂടിയും താഴോട്ട് വരുമോ എന്ന് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് പറ്റിപ്പോയത്. പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ലോസല്ല, നോക്കാം. ഒരു 3.5-4% ഒന്ന് ഇന്നത്തെ ടാർഗറ്റ് ഒപ്പിച്ചിട്ടൊന്ന് പോകുമായിരുന്നു. കാരണം ഞാനൊരു 4% തൊട്ടിട്ട് ഒരു 10%, അതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഒരു 4 തേച്ചിട്ടില്ലെങ്കിൽ ഒരു 3.5 കിട്ടിയാലും മതിയായിരുന്നു, പോകാമായിരുന്നു. നിന്ന് അത് ലോസാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമുക്കൊന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലൈവിൽ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഡെയിലി ചെറിയ കളി കളിക്കണ്ടേ? അതിന് സബ്സ്ക്രൈബേഴ്സ് വേണം. ഇത് കഴിഞ്ഞ മാസമൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും കിട്ടിയായിരുന്നു. പിന്നെ മൂവ്മെൻറ്റ് കുറയാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യൽ കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ട്രാവൽസിൽ ഡ്യൂട്ടിക്ക് കയറിയാകണ പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം വണ്ടിയിൽ ബിസിയാണുള്ളത്. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട്, അവരും വിളിച്ച് ഫോണിൽ കളിച്ചിട്ട് കംപ്ലയിൻറ്റ് പോവും. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ കളിക്കാനും പാടില്ലല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ന്യായം. ഇപ്പം മറ്റേ അമ്മയുടെ സംഘടനയിലെ മോഹൻലാലിൻ്റെ അവസ്ഥയായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള കേസായി. എൻ്റെ പൊന്നെ, നിങ്ങൾ മറ്റേ ന്യൂസിലൊക്കെ കണ്ടിരുന്നോ സിദ്ദീഖിൻ്റെ ചില വീഡിയോ ക്ലിപ്സ്? മറ്റേ ക്ലിപ്പല്ല, നോർമൽ ഈ അമ്മ സംഘടനയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രസ് മീറ്റിങ്ങിലോ കാര്യങ്ങളൊക്കെ, പ്രസ് മീറ്റിംഗ് അല്ലേ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പുള്ളി മറ്റേ നടിമാരെ കാണുമ്പോഴായിരുന്നു ഒലിപ്പിക്കലും തട്ടവലും തുടലൊക്കെ കാണുമ്പോൾ ഒരൊറ്റ അടിയാ ചെവിട് എടുത്ത് കൊടുക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഈ നാരിയൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളവനാണെന്ന് നമുക്കറിയാമായിരുന്നോ? അവൻ്റെ ആ പെരട്ട കശിൻ്റെ വെച്ചിട്ട് അവൻ കാണിക്കാത്തൊന്നുമില്ല. എന്തിലാവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ആ താഴെയുള്ള ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തപ്പോൾ അപ്പം അങ്ങ് കട്ട് ഓഫ് ചെയ്താൽ മതിയായിരുന്നു. ഇതിങ്ങനെ ഇരുന്ന് അവൻ തിരിച്ച് മേലോട്ട് കയറി. 26ാമത്തെ മിനിറ്റിലുള്ള പുതിയ
ഇത് വന്നത് ഗ്രീനാണല്ലോ, മേളിലേക്ക് ഇറങ്ങുന്ന പരിപാടിയാണല്ലോ. ഹിൻഡ് കോപ്പർ ഇതും സൂപ്പർ സാധനമാണ് കേട്ടോ. പക്ഷേ സൂപ്പർ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂവ്മെൻറ്റ് ചില എല്ലാ ദിവസങ്ങളും മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഇതൊന്നും നമ്മളുടെ ഇതൊക്കെ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ. ഞാനിതൊക്കെ മുമ്പ് ചെയ്യാറുള്ളതാണ്. അംബുജ, അശോക് ലേലാൻഡ്, കോൽപ്പാൽ എന്നുണ്ടോ ഏറ്റവും മേളിൽ 4ാമത്തെ കോൽപ്പാൽ, അത് കോൾഗേറ്റിൻ്റെ കേട്ടോ. നല്ല നല്ല റേറ്റാണ് അതിന്. അംബുജയുടെ നോക്കിയിട്ട് എന്താ അവസ്ഥ? അംബുജ താഴേക്ക് തന്നെയായിരുന്നല്ലോ. സെല്ലെടുത്ത് മണ്ടത്തരായി പോയില്ലേ. അല്ല മണ്ടത്തരതൊന്നും പറയാനില്ല, 3% ഇല്ല, അത് മതി. നമുക്കതിന് അങ്ങനെ സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ആ 20 സെക്കൻഡിലേക്ക് എന്ത് മഴയുടെ പെയ്തേ. നിങ്ങൾ കേട്ടിരുന്നോ? സൗണ്ട് കേട്ടിരുന്നോ? ഞാൻ പേടിച്ചു, ഞാൻ ആകെ പൊളിഞ്ഞു പോകുന്ന വിചാരിച്ചു. 20 സെക്കൻഡിന് മഴയൊക്കെ മാറി. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരുമാതിരി മെനകെട്ട മഴ? ഇടവേ ഇതിങ്ങനെ മേലോട്ടും താഴോട്ടുള്ള രീതിയിൽ നിൽക്കാറുള്ളൂ. എന്ത് ചെയ്യും? ലോസിലേക്ക് കൊടുക്കണോ അതോ ഇവിടെ വെച്ച് കട്ട് ഓഫ് ആക്കി മാറ്റണോ? നിങ്ങൾ കമൻസൊക്കെ ചെയ്യുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ടല്ലോ. ചിലർ ചെയ്ത് ഞാൻ റിപ്ലൈ ഇട്ട് പിന്നെ അവർ ആ വഴിക്കേ വന്നിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിട്ടോ കേട്ടോ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് അടുത്തടുത്ത് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി. മറ്റേ ജംഗിൾ റമ്മിയിൽ എനിക്കൊരു 300% ബോണസ് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നൊരു 300 ഇട്ടിട്ട് 1700 രൂപയുടെ ഹാഫിൽ ഞങ്ങൾ വിഡ്രോ ചെയ്തു. ആ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്നൊരു പറട്ടോ, ഞാൻ ഇടാം. ഞാനങ്ങനെ ജംഗിൾ റമ്മി അങ്ങനെയൊന്നും കളിക്കുന്ന ആളൊന്നും അല്ല, എന്നാലും റമ്മിയോട് ചെറിയ താല്പര്യമുണ്ട്. അങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ പ്രോഫിറ്റായി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തപ്പോഴേ ഞാനത് റെക്കോർഡിൽ ഇട്ടായിരുന്നു. അപ്പോൾ പ്രോഫിറ്റായപ്പോൾ ഞാൻ റെക്കോർഡിൽ തന്നെ സേവിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്യാൻ കഴിച്ചു. ഇനി അധികം വെയിറ്റ് ചെയ്ത് കളിച്ചപ്പോൾ മേളിൽ തരാൻ ചാൻസ് ഉണ്ട്. 1 മണി ആവാറായി. എനിക്കിനി കസ്റ്റമർ എടുക്കാനുണ്ട്. 3.5% അത് മതി, 3.5% മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞാനെന്നാൽ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും നല്ലത്. ഹിൻഡ് കോപ്പർ. ഓക്കെ ഗൈസ്, ബൈ.